ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ഈസ്റ്റർ സ്പെഷ്യൽ ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന കിൻഡർ ജോയുടെ കവറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് എങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 6 എണ്ണമാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെയുള്ള കവേഴ്സ് 2 എണ്ണം ഒരുമിച്ചൊന്ന് ഇതുപോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ എല്ലാം തന്നെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ വരുന്ന ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എല്ലാം തന്നെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ആക്രിലിക് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള കളറിൽ ഇത് കളർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം വൈറ്റ് കളറും ബാക്കി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം വൈറ്റും പിന്നെ ബാക്കി 6 ഡിഫറെൻറ്റ് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഗ്രീന്, പിന്നെ ബ്ലൂ, പിന്നെ ഇതൊരു ഫ്ലഷ് ടിൻറ്റ് കളറാണ്, പിന്നെ യെല്ലോ, പർപ്പിൾ, ഇതൊക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്ന കളേഴ്സ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ എല്ലാ കളേഴ്സിൻ്റെ കൂടെ ഇത് ശരിക്കും പറഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള കളറാകുമ്പോൾ നല്ല ഡാർക്കായിട്ടാണ് ഉണ്ടാവുക. എല്ലാ കളറിൻ്റെ കൂടെയും ജസ്റ്റ് 1-2 ഡ്രോപ്സ് വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഓരോ എഗ്സിൻ്റെ മേലെ ഡിഫറെൻ്റ് ആയിട്ട് പാറ്റേൺസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പർപ്പിൾ കളർ എഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയൊരു സിഗ്സാഗ് പോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് നമുക്ക് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഡിസൈൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു ബ്ലൂ കളർ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് കളർ വെച്ച് തന്നെ ചെറിയ ലൈൻസ് ഇതുപോലെ താഴെ നിന്ന് മേലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വരച്ചെടുത്തിരിക്കുന്ന ഈ ലൈൻസിൻ്റെ മേലെയായിട്ട് ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ടാണ് റെഡ് കളർ പെയിൻറ്റ് വെച്ച് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലവർ ഷേപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാനായിട്ടുണ്ടാവുക. ഇതേ രീതിയിൽ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 2 പാറ്റേൺ നമ്മളിവിടെ ചെയ്തു. ഇനി അടുത്തതായിട്ട് ഗ്രീൻ കളർ എഗ്ഗിൻ്റെ മേലെ ഞാൻ പെന്നിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ചെറിയ ഡോട്ട്സ് വൈറ്റ് കളർ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 പാറ്റേൺ നമ്മളിവിടെ ചെയ്തു. ഇനി ബാക്കിയുള്ള 2 എണ്ണം കൂടി ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പാറ്റേൺസ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമ്മൾ വൈറ്റ് കളർ എഗ്ഗ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ഇതുപോലെ CD മാർക്കർ യൂസ് ചെയ്തിട്ട് ഹാപ്പി ഈസ്റ്റർ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇതുപോലെയുള്ള ചെറിയ ഗ്ലിറ്റർ സീക്വൻസ് യൂസ് ചെയ്തിട്ട് ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഞാൻ ആദ്യം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് വൈറ്റ് ഗ്ലൂ ഇതുപോലെ അവിടെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സീക്വൻസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. 2 സൈഡിൽ ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഹാപ്പി ഈസ്റ്റർ എന്ന കേക്കും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്ക് സൈഡിലും സീക്വൻസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത 6 പാറ്റേൺസ് ഇവിടെ കാണിക്കാം. ഇതിൽ ഞാൻ CD മാർക്കർ വെച്ച് ബ്ലാക്ക് കളറിൽ ലൈൻ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയായിട്ട് ബ്രൗൺ കളർ ഡോട്ട്സ് ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഇത് ബ്രഷ് വെച്ചിട്ട് ഫ്ലവർ പാറ്റേൺ വരച്ച് കൊടുത്തിട്ട് ഇടയ്ക്കുള്ള ഗ്യാപ്പിലൊക്കെ ഡോട്ട്സ് ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഇതിൽ സിഗ്സാഗായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിലൊക്കെ വൈറ്റ് കളർ ഡോട്ട്സ് ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ ഇതിൽ നമ്മൾ ബ്ലാക്ക് ലൈൻസ് വരച്ചിട്ട് റെഡ് കളർ വെച്ച് ഇതുപോലെ ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ജസ്റ്റ് ബ്ലാക്ക് കളറും വൈറ്റ് കളർ വെച്ച് ഡോട്ട് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഈ രീതിയിലാണ് ബാക്കിയുള്ള 5 പാറ്റേൺസ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസ്റ്റർ എഗ്ഗിൻ്റെ ഫൈനൽ ലുക്ക്. കട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമ്മൾ വേസ്റ്റായി കളയുന്ന കിൻഡർ ജോയുടെ കവർ വെച്ചാണ് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തത്. ഇനി ഇതിന് മേലെ നമുക്ക് 2 കോട്ട് വാർണിഷും കൂടെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കിൻഡർ ജോയ് കവർ വെച്ച് നമ്മൾ ചെയ്ത ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ഈസ്റ്റർ സ്പെഷ്യൽ ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് എന്തായാലും തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക.
അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഈസ്റ്റർ ആശംസകൾ. ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നും കൂടി എനേബിൾ ചെയ്യുക. ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 3 ഓപ്ഷൻസ് ഡിസ്പ്ലേ ആവും. ഓൾ, പേഴ്സണലൈസ്ഡ്, നൺ. ഇതിൽ ഓൾ ക്ലിക്ക് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.